ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 18-ാം അധ്യായം. ഈ അധ്യായത്തിൽ ഹിരണ്യാക്ഷനും വരാഹസ്വരൂപമായി അവതരിച്ചിരിക്കുന്ന ഭഗവാനും തമ്മിലുണ്ടായ ഭയങ്കരമായ യുദ്ധത്തെ വിവരിക്കുന്നു. മൈത്രേയ ഉവാച. തദൈവമാകർണ്യ ജലേശഭാഷിതം മഹാമനാസ്തദ് വിഗണ്യയ ദുർമദഃ ഹരേർവിദുത്വാഗതിമംഗനാരദാദ് രസാതലം നിർവിവിശേത്വരാന്വിതഃ. മൈത്രേയർ വിതുരരോട് പറഞ്ഞു, ഹേ പൂജ്യ, നിനക്ക് ശരിയായ എതിരാളി ഭഗവാൻ ശ്രീഹരിയാകുന്നു, ഞാനല്ല എന്ന് വരുണ ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോൾ പ്രതിയോദ്ധാവിനെ ലഭിക്കുമല്ലോ എന്നുള്ള വിചാരത്താൽ മനസ്സന്തോഷം ഹിരണ്യാക്ഷനുണ്ടായി. ആ ശത്രുവിൽ നിന്നു മരണം നിനക്ക് സംഭവിക്കും, ശ്വാക്കൾ നിന്റെ ശവശരീരത്തിന് ചുറ്റും നിന്ന് സന്തോഷിക്കും എന്നുള്ള വരുണവാക്യത്തെയാകട്ടെ ദുരഹങ്കാരം നിമിത്തം ഗണിച്ചില്ല. ഉടനെ തന്നെ കണ്ട നാരദ മഹർഷിയിൽ നിന്ന് ഇപ്പോൾ ശ്രീഹരി ഇരിക്കുന്ന സ്ഥാനം ധരിച്ചു. മറ്റെങ്ങാനും പോകുന്നതിന് മുമ്പ് കണ്ടുപിടിക്കണമെന്നുള്ള ബദ്ധപ്പാടോടുകൂടി ഹിരണ്യാക്ഷൻ അവിടെ നിന്ന് രസാതലത്തെ പ്രാപിച്ചു. രസാതലത്തിൽ ചെന്നപ്പോൾ ഭൂമിയെ ദംഷ്ട്രാഗ്രത്താൽ ധരിച്ചും ചുവന്നിരിക്കുന്ന നേത്രകാന്തിയാൽ ഹിരണ്യാക്ഷൻ്റെ കാന്തിയെ തിരസ്കരിച്ചും പർവ്വതം പോലെ വമ്പിച്ച ദേഹത്തോടുകൂടിയും ഇരിക്കുന്ന സർവത്ര ജയശീലനായ ശ്രീ വരാഹമൂർത്തിയെ കണ്ടു. കഷ്ടം, ഇത് വനവാസിയായ ഒരു മൃഗം എന്നു പറഞ്ഞു പരിഹസിച്ചു. ഹേ മൂഢ, സൂകര രൂപം ധരിച്ചിരിക്കുന്ന ദേവാതമ, ഭൂമിയെ ഉപേക്ഷിക്കുക. ഈ ഭൂമിയെ രസാതലവാസികളായ ഞങ്ങൾക്ക് ബ്രഹ്മാവ് നൽകിയതാകുന്നു. അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ വരും? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെയും കൊണ്ട് സുഖമായിട്ട് പോവാൻ സാധിക്കുമെന്ന് കരുതേണ്ട. ആ വിചാരമുണ്ടെങ്കിൽ എന്നോട് യുദ്ധത്തിനായി വരിക എന്ന് വരാഹരൂപത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാനോട് ഹിരണ്യാക്ഷൻ പറഞ്ഞു. ഹേ ദേവശ്രേഷ്ഠ, ഭക്തരക്ഷയ്ക്കായിട്ട് വരാഹരൂപം ധരിച്ചിരിക്കുന്ന ദേവ, അങ്ങേക്ക് ഈ ഭൂമിയുടെ ആവശ്യം എന്തിരിക്കുന്നു? ഞങ്ങൾക്കു തന്നെ നൽകുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. ദേവോത്തമനായ അങ്ങേക്ക് ദേവന്മാരെ കൊണ്ട് വിശേഷ കാര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ സ്തുതിയായിട്ടും ധരിക്കാം. പക്ഷേ ഹിരണ്യാക്ഷൻ നിന്ദാർത്ഥത്തിലാണ് പറഞ്ഞത്. ഞങ്ങളുടെ ശത്രുക്കളായ സുരന്മാർ ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി നിന്നെ ശരണം പ്രാപിച്ചുവോ? അതുകൊണ്ടല്ലേ കപടത്താൽ വരാഹാദി സ്വരൂപത്തെ സ്വീകരിച്ചും ഞങ്ങളെ കാണാതെ കൊണ്ടും ഒളിപ്പോർ ചെയ്ത് ജയിച്ചുകൊണ്ട് അസുരന്മാരെ ഭവാൻ ഹനിക്കുന്നത്? ആകട്ടെ ഇപ്പോൾ കണ്ടുകിട്ടിയല്ലോ മൂഢ, മായ കൊണ്ടുള്ള ബലത്തെ ആശ്രയിച്ചും പൗരുഷമില്ലാതെയും ഇരിക്കുന്ന ഭവാനെ ഇപ്പോൾ തന്നെ സംഹരിച്ചിട്ട് അങ്ങയാൽ ഹനിക്കപ്പെട്ടവരെക്കുറിച്ച് ദുഃഖിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചുകൊള്ളാം. ഹേ ഭഗവൻ, ഞങ്ങളുടെ ശത്രുക്കളായ ദേവന്മാർ അങ്ങയെ ശരണം പ്രാപിച്ചത് ഞങ്ങളുടെ മോക്ഷബലത്തിനായിട്ട് ഉപകരിച്ചിരിക്കുന്നു. ദേവന്മാരുടെ ദൃഷ്ടിയിൽ അങ്ങ് ഞങ്ങളെ ഹനിക്കുന്നുവെന്ന് തോന്നിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് പുനരുൽപ്പത്തിരഹിതമായ കൈവല്യ പദത്തെ തന്നെ നൽകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ സങ്കടങ്ങളെയും തീർക്കുവാൻ ഞങ്ങൾ അർഹന്മാരായിരിക്കുന്നു. അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ പിതാക്കന്മാർ 21 തലമുറ പരിശുദ്ധന്മാരായി ഭവിക്കുന്നു എന്നല്ലേ അങ്ങയുടെ വചനം. അതിനാൽ മൂഢന്മാരായ ഞങ്ങളെയും ആനന്ദസ്വരൂപരായ മോക്ഷത്തിന് അർഹരാക്കി തീർക്കുവാൻ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് സ്തുത്യർത്ഥം. ഞങ്ങൾ പ്രയോഗിക്കുന്ന ഈ ഗദയുടെ ശക്തിയാൽ അങ്ങയുടെ ശിരസ്സു പിളർന്നു നശിക്കുമ്പോൾ അങ്ങേക്കായിക്കൊണ്ട് സർവസ്വവും സമർപ്പിച്ച് ആശ്രയിച്ചിരിക്കുന്ന ഋഷികൾക്കും ദേവന്മാർക്കും ആശ്രയമില്ലാതാകുന്നതിനാൽ അവരെല്ലാവരും ഞങ്ങളുടെ പരിശ്രമം കൂടാതെ തന്നെ നശിച്ചുകൊള്ളും. വേരിനെ നശിപ്പിച്ചാൽ ശാഖകളെ നശിപ്പിക്കുവാനുള്ള പ്രയാസം ആവശ്യമില്ലല്ലോ. ശത്രുവായ ഹിരണ്യാക്ഷൻ്റെ ദുർവാക്കുകളാകുന്ന ആയുധവിശേഷങ്ങൾ വരാഹരൂപിയായ ഭഗവാന്റെ മർമ്മങ്ങളെ പിളർക്കുന്നുവെങ്കിലും ദംഷ്ട്രാഗ്രത്തിലിരിക്കുന്ന ഭൂമിദേവി പേടിച്ചു വിറയ്ക്കുന്നതിനെ കാണുന്നതുകൊണ്ടുണ്ടായ കാരുണ്യത്തിന് അധീനനായ ഭഗവാൻ ശത്രുവിൻ്റെ ദുർവചനാഹതിയെ സഹിച്ചുകൊണ്ട് മകരമത്സ്യത്താൽ പീഡിക്കപ്പെടുന്നതും പിടിയാനയോടുകൂടി ചേർന്നതുമായ ഗജമെന്ന പോലെ ബലാത്കാരേണ ജലമധ്യത്തിൽ നിന്ന് നിർഗമിച്ചു. ജലത്തിൽ നിന്ന് മേൽപോട്ട് കയറിപ്പോകുന്ന വരാഹമൂർത്തിയുടെ പിന്നാലെ മകരമത്സ്യം ആനയുടെ പിന്നാലെ എന്ന പോലെ പായുന്നവനും ഭയങ്കരങ്ങളായ ദംഷ്ട്രകളെ പ്രകാശിപ്പിക്കുന്നവനും ഇടിശബ്ദം പോലെ ഉച്ചത്തിൽ അലറുന്നവനുമായ ഹിരണ്യാക്ഷൻ
ലജ്ജാവിഹീനന്മാർക്ക് ചെയ്യുവാൻ പാടില്ലാത്തതായ കാര്യം എന്തിരിക്കുന്നു എന്നു പറഞ്ഞു. ഉടനെ ഭഗവാൻ ജലത്തിൻ്റെ ഉപരിഭാഗത്തിൽ വ്യവഹാരയോഗ്യമായ സ്ഥാനത്തിൽ ഭൂമിയെ വിന്യസിച്ചിട്ട് ആ ഭൂമിയിൽ ജലത്തെ താഴാതെ ഉറച്ചു നിൽക്കുവാൻ ഉപകരിക്കുന്ന സ്വശക്തിയെ പ്രവേശിപ്പിച്ചു. അപ്പോൾ ഹിരണ്യാക്ഷനാകുന്ന ശത്രു നോക്കി നിൽക്കുമ്പോൾ തന്നെ ബ്രഹ്മാവ് ഭഗവാനെക്കുറിച്ച് സ്തുതിച്ചു. ദേവന്മാർ ഭഗവാന്റെ മീതെ പുഷ്പവർഷം ചെയ്തു. തൻ്റെ പിന്നാലെ ഓടിവരുന്നവനും സ്വർണമയ ഭൂഷണങ്ങളെയും മഹതിയായ ഗദയെയും സുവർണ വിചിത്ര കവചത്തെയും ധരിച്ചിരിക്കുന്നവനും ദുർവാക്കുകൾ കൊണ്ട് മർമ്മസ്ഥാനങ്ങളെ അത്യന്തം തുളയ്ക്കുന്നവനുമായ അവനോട് ഭഗവാൻ പറഞ്ഞു. അത്യന്തം കോപം ഭഗവാന് ജനിച്ചിട്ടുണ്ടെങ്കിലും അതിനെ പുറത്തു കാണിക്കാതെ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ശ്രീ ഭഗവാനുവാച: സത്യം വയംബോ വനഗോചരാമൃഗ യുഷ്മദ്ദിതാൻ മൃഗയേ ഗ്രാമസിംഹാൻ ന മൃത്യുപാശൈ പ്രതിമുക്തസ്യ വീര വിഗത്തനം തവ ഗൃഹ്ണന്ത്യഭദ്ര. ഭഗവാൻ അരുളി ചെയ്തു: അല്ലയോ അമംഗളം മൂർത്തീകരിച്ചു വന്നിരിക്കുന്ന അസുര, വനവാസിയായ മൃഗമാകുന്നു ഞാനെന്ന് നീ പറഞ്ഞതു സത്യം തന്നെ. നിന്നെപ്പോലെയുള്ള ശ്വാക്കളെ വേട്ടയാടുവാൻ അന്വേഷിച്ചു നടക്കുന്ന ഞാൻ ജലത്തിൽ ശയിക്കുന്ന ശ്രീനാരായണനാകയാൽ നീ പറഞ്ഞത് കളവല്ല, പരമാർത്ഥമാകുന്നു. നീ നോക്കിക്കൊണ്ടിരിക്കെ ഞാൻ സുഖമായിട്ട് ഇവിടെ നിന്ന് പോവുകയില്ലെന്ന് നീ രണ്ടാമതായി പറഞ്ഞതോ അർത്ഥശൂന്യമായ ആത്മപ്രശംസയായതിനാൽ അതിനെ എന്നെപ്പോലുള്ള യഥാർത്ഥ വീരന്മാർ കാര്യമായി ഗണിക്കാറില്ല. അതിന് ഞാൻ മറുപടി പറയുന്നതുമില്ല. രസാതലവാസികളായ നിങ്ങൾക്ക് പ്രജാപതി നൽകിയിരിക്കുന്ന സ്ഥാനത്തെ അപഹരിപ്പാൻ വന്നവരാണല്ലോ ഞങ്ങൾ. അതുകൊണ്ട് ലജ്ജാവിഹീനന്മാരും നിന്റെ ഗദയാൽ ഓടിക്കപ്പെട്ടവരുമായി ഭവിച്ചു. എന്നാലും ഏതെങ്കിലും ഒരു വിധത്തിൽ നിന്നോടുകൂടെ യുദ്ധത്തിന് ഒരുങ്ങി നിൽപ്പാൻ തന്നെ ഉറച്ചു. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്കും ഒരു ദിക്കിലിരിക്കണമല്ലോ. ബലവാനായ നിന്നോട് മത്സരം ഉണ്ടാക്കി തീർത്ത ശേഷം ഇനി ഞങ്ങൾ എവിടേക്കാണ് പോകുക? എവിടെ പോയാലും നിന്റെ ഉപദ്രവം നേരിടുമല്ലോ. അതുകൊണ്ട് യുദ്ധത്തിന് ഒരുങ്ങി ഇതാ നിൽക്കുന്നു. അന്യന്മാർക്ക് ബ്രഹ്മദേവൻ വസിപ്പാനായി നൽകിയ സ്ഥാനത്തെ അപഹരിച്ചു എന്നാക്ഷേപിച്ച ഹിരണ്യാക്ഷനെ പരിഹസിച്ചു പറഞ്ഞ വാക്കാണിത്. അപഹരിപ്പാൻ വരുന്നവരോട് എതിർക്കുകയല്ലാതെ മറ്റു നിവൃത്തിയില്ലാത്തതിനാൽ യുദ്ധത്തിന് ഒരുങ്ങിത്തന്നെ വന്നിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുക. പിടിച്ചു പറിക്കുന്നവരോട് സഹകരിക്കുകയില്ലെന്ന് വെച്ചാൽ മതിയാകയില്ല, യുദ്ധം തന്നെ വേണ്ടിവരും. ലോകത്തിൽ കാലാൾപ്പടയുടെ അധിപന്മാരുടെയും അധിപനായിരിക്കുന്നവനാകുന്നു നീയെന്ന് സുപ്രസിദ്ധമാണല്ലോ. അതുകൊണ്ട് ഒട്ടും കാലതാമസം കൂടാതെ ഞങ്ങളെ ഉപദ്രവിപ്പാൻ കഴിയുന്ന വിധം പരിശ്രമിക്കുക. ഞങ്ങളെ സംഹരിച്ചിട്ട് സ്വജനങ്ങളുടെ കണ്ണീർ തുടച്ചുകളയുക. സ്വപ്രതിജ്ഞയെ ശരിക്കു പരിപാലിക്കാത്തവൻ സഭയിൽ പ്രവേശിപ്പാൻ യോഗ്യനല്ല. മൈത്രേയ ഉവാച: സോദിക്ഷിപ്തോ ഭഗവതാ പ്രലബ്ധശ്ചരുഷാവൃശം ആജഹാരോൽബണം ക്രോധം ക്രീഡ്യമാനോ ഹിരാഡിവ. മൈത്രേയർ പറഞ്ഞു: ഇപ്രകാരം ഭഗവാൻ ഹിരണ്യാക്ഷനെ അധിക്ഷേപിച്ചും ക്രോധത്തോടുകൂടെ പരിഹസിച്ചും പറഞ്ഞപ്പോൾ കളിപ്പിക്കുന്ന സർപ്പാധിപനെന്ന പോലെ ഹിരണ്യാക്ഷൻ അത്യന്തം കോപിച്ചു. ക്രോധം അധികരിച്ചുകൊണ്ട് ശ്വാസങ്ങൾ വേഗത്തിലും ശക്തിയോടും കൂടെ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നവനും ഇന്ദ്രിയങ്ങളെയെല്ലാം ക്ഷോഭിച്ചിരിക്കുന്നവനുമായ ആ ഹിരണ്യാക്ഷൻ പെട്ടെന്ന് ഭഗവാന്റെ അരികത്തണഞ്ഞ് ഗദ കൊണ്ടടിച്ചു. ഭഗവാംസ്തു ഗദാവേഗം വിസൃഷ്ടം രിപുണോരസി അവഞ്ചയേത്തിരശ്ചീനോ യോഗാരൂഢ ഇവാന്തകം. ഭഗവാനാകട്ടെ മാറിടത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചതായ ശത്രുഗതാവേഗത്തെ ഒരുവിധം ചെരിഞ്ഞിരിക്കുന്ന നിൽപ്പിനാൽ യോഗാരൂഢൻ അന്തകനെ എന്ന പോലെ വഞ്ചിച്ചു. പുനർഗതാം സ്വാമതായ ഭ്രാമയന്തഭീഷണശഃ അഭ്യതാവന്തരീക്രുദ്ധഃ സംരംഭാതഷ്ടദച്ഛതഃ. പിന്നെയും ഗദ കയ്യിലെടുത്തു പല വിധത്തിൽ വളരെ പ്രാവശ്യം വട്ടത്തിൽ ചുറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന അസുരൻ്റെ നേർക്ക് ക്രോധാവേശത്താൽ ചുണ്ടുകടിച്ചുകൊണ്ട് ക്രുദ്ധനായ ഭഗവാൻ പാഞ്ഞെത്തി. അനന്തരം ഭഗവാൻ ശത്രുവിൻ്റെ വലത്തെ പുരികത്തടത്തെ ലക്ഷ്യമാക്കിയിട്ട് ശക്തിയോടെ അടിച്ചു. ഹേ സൗമ്യ വിതുര, ഗദായുദ്ധത്തിൽ സമർത്ഥനായ അവൻ തൻ്റെ ഗദ കൊണ്ടതിനെ തടുത്തു. ഇപ്രകാരം ഭഗവാനും ഭഗവാനിൽ തന്നെ ദൃഷ്ടി വച്ചിരിക്കുന്ന അസുരനും മഹതികളായ ഗദകൾ കൊണ്ട് ജയേച്ഛ നിമിത്തം അധികം ക്രോധത്തോടുകൂടെ അന്യോന്യം താടിച്ചു.
മൂർച്ചയുള്ള ധാരകളോടുകൂടിയ ഗദകൾ കൊണ്ടുള്ള അടികളേറ്റ് മുറിഞ്ഞ അവയവങ്ങളിൽ നിന്നൊലിക്കുന്ന രക്തത്തിൻ്റെ വാസനയേൽക്കയാൽ കോപം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവർ ഭൂമി എനിക്ക് കിട്ടണമെന്നുള്ള ജയേച്ഛ നിമിത്തം സ്പർദ്ധിച്ചും ബഹുവിധ ഗദായുദ്ധ സമ്പ്രദായങ്ങളെ പ്രദർശിപ്പിച്ചും കൊണ്ട് തമ്മിൽ നടത്തുന്ന യുദ്ധം ഒരു പശുവിൻ്റെ പിന്നാലെ പോകുന്ന മതിച്ച 2 കാളകളുടെ യുദ്ധമെന്ന പോലെ വിളങ്ങി. അല്ലയോ വിതുര, സ്വേച്ഛയാ വരാഹാകൃതി ധരിച്ച മഹാത്മാവും യത്നമൂർത്തിയുമായ ഭഗവാനും അസുരനും തമ്മിൽ ഭൂമിക്ക് വേണ്ടി മത്സരിച്ചു നടത്തുന്ന യുദ്ധം കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മരീച്യാദി മഹർഷിമാരോടുകൂടെ ബ്രഹ്മാവ് അവിടെ ആഗമിച്ചു. ഉത്സാഹപൂർവം സാഹസകർമ്മത്തെ നിർഭയം നടത്തുന്നവനും അസഹ്യമായ പരാക്രമത്തെ പ്രകാശിപ്പിച്ച് അടിക്കു പകരം അടിച്ചുകൊണ്ട് തളർച്ച കൂടാതെ യുദ്ധം ചെയ്യുന്നവനുമായ ആ അസുരനെ നോക്കിയിട്ട് ആദിവരാഹമൂർത്തിയായ സ്വപിതാവിനോട് സർവാന്തര്യാമിയായും ഐശ്വര്യപൂർണനും ആയിരിക്കുന്ന ബ്രഹ്മദേവൻ പറഞ്ഞു. ബ്രഹ്മോവാച: ഏഷദേ ദേവദേവാനാം അംഘ്രിമൂലമുപേയുഷാം വിപ്രാണാം സൗരഭേയീണാം ഭൂതാനാമപ്യനാഗസാം ആഗസ്കൃത് ഭയകൃത് ദുഷ്കൃത് അസ്മദ്രാദ്ധവരോസുരഃ അന്വേഷന്ന പ്രതിരഥോ ലോകാനടതി കണ്ടകഃ. ബ്രഹ്മാവ് പറഞ്ഞു: ബഹുവിധ ക്രീഡകളാൽ ലോകാനുഗ്രഹം ചെയ്യുന്ന ഹേ ദേവ, ഈ അസുരൻ തപശക്തിയാൽ എന്നിൽ നിന്ന് വരം ലഭിച്ചവനും അതുനിമിത്തം തനിക്ക് എതിരാളിയില്ലെന്നുള്ള ഭാവത്തോടുകൂടെ അഹങ്കരിച്ച് അങ്ങയുടെ പാദമൂലം ആശ്രയിച്ചിരിക്കുന്ന ദേവന്മാരെയും ബ്രാഹ്മണരെയും കർമാർഹമായ ആജ്യാദി പദാർത്ഥം നൽകുന്ന പശുക്കളെയും എന്നുവേണ്ട സർവഭൂതങ്ങളെയും അപരാധം ഒന്നുമില്ലാതിരിക്കെ ദ്രോഹിക്കുകയും ഭയപ്പെടുത്തുകയും ധനാദികളെ അപഹരിക്കുകയും ചെയ്യുന്ന ഭയങ്കരനാകുന്നു. തക്കതായ എതിരാളിയെ അന്വേഷിച്ചുകൊണ്ട് ലോകങ്ങളിൽ സഞ്ചരിക്കുന്നു. മൈനം മായാവിനം ദൃപ്തം നിരങ്കുശമസത്തമം ആക്രീഡബാലവദ്ദേവ യഥാ ശ്രീവിഷമുത്തിതം. അല്ലയോ ദേവ, ഇവൻ ബഹുവിധ മായകളെ കാണിപ്പാൻ സമർത്ഥനും മഹാഗർവിഷ്ഠനും ആരെയും കൂട്ടാക്കാതെ തോന്നിയതൊക്കെ പ്രവർത്തിക്കുന്ന മഹാദുഷ്ടനുമാകുന്നു. പടമുയർത്തിയ സർപ്പത്തോട് കളിക്കുന്ന ബാലനെപ്പോലെ അങ്ങിവനോട് കളിക്കുന്നതിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. നയാവദേശ വ്രദ്ദേത സ്വാം വേലാം പ്രാപ്യ ദാരുണഃ സ്വാം ദേവമായാമാസ്തായ താവജ്ജഹ്യകമച്യുത. ഇവൻ മഹാഭയങ്കരനാകുന്നു. അസുരന്മാർക്ക് ശക്തിയെ വർദ്ധിപ്പിക്കുന്ന സമയം ഇതാ അടുക്കുന്നു. അതിനു മുമ്പ് അങ്ങ് സ്വേച്ഛാസ്വരൂപിണിയായ മായയെ അംഗീകരിച്ച് പാപനായ ഇവനെ സംഹരിക്കണമേ. ഏഷാ ഘോരതമാ സന്ധ്യ ലോകച്ഛംബട്കരീ പ്രഭോ ഉപസർപ്പതി സർവാത്മൻ സുരാണാം ജയമാവഹ. അത്യന്ത ഭയത്തെ വർദ്ധിപ്പിക്കുന്ന സന്ധ്യാസമയം ഇതാ സമീപിക്കുന്നു. ഇത് അസുരന്മാർക്ക് ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണെന്ന് സർവാത്മാവായ അങ്ങയ്ക്കറിയാത്തതല്ല. ദേവന്മാർക്ക് ജയത്തെ വരുത്തേണമേ. അധുനൈഷോഭിജിന്നാമ യോഗോ മൗഹൂർത്തികോ ഹ്യഗാത് ശിവായ നസ്ത്വം സുഹൃദം ആശുനിസ്തരദുസ്തരം. ഇപ്പോൾ അഭിജിത്തെന്ന സുപ്രസിദ്ധവും ദേവന്മാർക്ക് ജയാവഹവുമായ ശുഭമുഹൂർത്തമാകുന്നുവല്ലോ. അത് കഴിയുന്നതിനു മുമ്പ് അവിടുത്തെ സുഹൃത്തുക്കളായ ഞങ്ങൾക്ക് ക്ഷേമത്തിനായിക്കൊണ്ട് ദുർജയനായ ഇവനെ വേഗത്തിൽ സംഹരിക്കണമേ. ദിഷ്ട്യാ ത്വാം വിഹിതം മൃത്യും അയമാസാദിത സ്വയം വിക്രമ്യൈനം മൃദേ ഹത്വാ ലോകാനാദേഹി ശർമ്മണി. ഹേ ഭഗവൻ, ഇവൻ്റെ ഉൽപാദനാവസരത്തിൽ കശ്യപ പ്രജാപതിയാൽ നിശ്ചയിക്കപ്പെട്ട അന്തകനായ അങ്ങയെ ഞങ്ങളുടെ ഭാഗ്യത്താൽ ഇവൻ താനേ തന്നെ തിരഞ്ഞുപിടിച്ചു. യുദ്ധത്തിൽ ഇനി കാലവിളംബം കൂടാതെ പരാക്രമത്തെ പ്രകാശിപ്പിച്ച് ഇവനെ സംഹരിക്കുകയും ജനസമുദായത്തിന് സുഖത്തെ നൽകുകയും ചെയ്യണം. 18-ാമത്തെ അധ്യായം സമാപിച്ചു. 19-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.